ഒരമ്മ പെറ്റ മക്കൾ എന്നതിൽ നിന്നാണ് സാഹോദര്യം എന്ന വാക്കുണ്ടായത്. സഹോദരങ്ങളെ പോലെ മറ്റുള്ളവരെയും കാണുക എന്നത് വലിയ അനുഗ്രഹമാണ്. നാടിനും നാട്ടുകാർക്കും അത് ഗുണകരവും. ഇവിടെ ഇതാ രണ്ട് കൂട്ടുകാരുടെ സാഹോദര്യം വാർത്തയിൽ ഇടം പിടിക്കാൻ മാത്രം മഹത്വമുള്ളതായിരിക്കുന്നു. പാലക്കാട് വടക്കഞ്ചേരി പന്തലാംപാടത്ത് നിന്നുള്ള അപൂർവ സാഹോദര്യത്തിന്റെ കാഴ്ചകളിതാ. പോകാമ റിപ്പോർട്ടിലേക്ക്. അക്ഷയും അൻസിലും ഇവർ രണ്ടുപേരും വെറും സഹപാഠികളല്ല, ഇണപിരിയാത്ത കൂട്ടുകാരാണ്. വടക്കഞ്ചേരിക്കടുത്ത് പന്തലാംപാടത്തെ മേരിമാതാ ഹൈസ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥികൾ. ഇരുവരുടെയും ഉറ്റ സൗഹൃദം തെളിയുന്നത് ഈയിടെയാണ്. സംഭവം ഇതാണ്. കഴിഞ്ഞയാഴ്ച ഫുട്ബോൾ കളിക്കിടെ അക്ഷയുടെ കൈ ചെറുതായി ഒടിഞ്ഞു. പന്തു തട്ടുന്നതിനിടയിൽ അൻസിൽ തൊടുത്ത ഫ്രീ കിക്ക് കൂട്ടുകാരൻ അക്ഷയുടെ വിരലിലാണ് കൊണ്ടത്. വിരലുകൾ ചെറുതായൊന്നൊടിഞ്ഞു. ആശുപത്രിയിലെത്തിച്ച് ബാൻഡേജ് ഇട്ടു. പിന്നെയാണ് കഥ. അക്ഷയ്ക്ക് ഭക്ഷണം കഴിക്കാനും എഴുതാനും എന്തു ചെയ്യും? പേടിക്കേണ്ട, ഞാനുണ്ടല്ലോ എന്ന ആശ്വാസവാക്കുകളുമായി അൻസിലും. ടർഫ് എടുത്തിട്ടുണ്ടായിരുന്നു. ടർഫ് ബുക്ക് ചെയ്തിട്ട് അവിടെ കളിക്കുമ്പോൾ ഇവൻ്റെ ടീമേറ്റ് എന്നെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയപ്പോൾ ഞാനൊരു ഫ്രീ കിക്ക് എടുത്തു. അത് ആദ്യം സേവ് ആക്കിയിട്ട് എൻ്റെ കാലിക്കന്നെ ബോൾ കിട്ടി. അത് ഞാൻ രണ്ടാമത് അടിച്ചപ്പോഴാണ് ഇവൻ്റെ കൈ സ്ക്രാച്ച് ആയത്. തള്ളവിരൽ തട്ടി തള്ളവിരൽ മടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ഡെർബിയിലാണ് കളിക്കാൻ പോകുന്നത്. ഒരാൾക്ക് ആദ്യമായിട്ടാണ് കൈ ഒടിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാനുണ്ട് അവന്, അതുകൊണ്ട് കുഴപ്പമില്ല. അവന് ഫുഡ് കൊടുത്തു. അങ്ങനെ തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം ക്ലാസ്സിൽ ഉച്ചഭക്ഷണം വാരി നൽകിയത് അൻസിലാണ്. ക്ലാസ്സിലെ നോട്ട് എഴുതി നൽകാനും അൻസിൽ പ്രത്യേകം താല്പര്യമെടുത്തു. ഇതുകണ്ട കൂട്ടുകാരിലൊരാളാണ് സംഭവം മൊബൈൽ ഫോണിൽ പകർത്തിയത്. ഇതോടെ സംഗതി വൈറലായി. എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ ഈ കൈ ഒടിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ കൂട്ടുകാരൻ എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവൻ എൻ്റെ സഹായത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. എഴുതി തരാനും എല്ലാത്തിനും എൻ്റെ ഒപ്പം വന്നത് അൻസിലാണ്. 8Cയിലെ അധ്യാപിക കുട്ടികളുടെ ഈ മാതൃകയെ പ്രശംസിച്ചു. എന്താല്ലേ, 1നും 2നും തല്ലുകൂടുന്നവരും ലഹരിക്ക് അടിമകളുമാണെന്നുമൊക്കെ നാം മുതിർന്നവർ കുറ്റപ്പെടുത്തുന്ന കുരുന്നുകളിലും നന്മ ഇന്നും നിലനിൽക്കുന്നു എന്നത് നാടിനും മനുഷ്യർക്കാകെയും ആഹ്ലാദകരം തന്നെ. UTV ന്യൂസ്, പാലക്കാട്.